കാടിന് നടുവിലെ ആദിവാസി ഗ്രാമമായ തായണ്ണൻകുടിയിൽ വൈദ്യുതി വെളിച്ചമെത്തി. ഇരുട്ടിന് നടുവിൽ കഴിഞ്ഞിരുന്ന ആദിവാസികളുടെ ജീവിതത്തിൽ പ്രത്യാശ നിറഞ്ഞു. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഒറ്റപ്പെട്ട ആദിവാസി ഗ്രാമമാണ് തായണ്ണൻകുടി. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിലെ വിദൂര ആദിവാസി ഗ്രാമമാണ് ഇവിടം. വൈദ്യുതി ലൈനുകൾ വലിച്ച് പുറമെ നിന്ന് ഇവിടേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയില്ല. തായണ്ണൻകുടിയിലേക്ക് ഒഴുകിയെത്തുന്ന കാട്ടുചോലയിലെ വെള്ളത്തിൽ നിന്നുമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. ചിന്നാർ പുഴയിൽ നിന്നാണ് നമ്മളത് വെള്ളം ടാപ്പ് ചെയ്ത് ഒരു ബണ്ട് കെട്ടി അതിൽ നിന്നുള്ള ഒരു ടർബൈനിലൂടെ കടത്തിവിട്ടുകൊണ്ട് നമ്മൾ 40 കുടുംബങ്ങൾക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ പ്രദാനം ചെയ്തു. മലഞ്ചെരുവിലെ ആദിവാസി കുടിയിലേക്ക് പൊതുമലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാട്ടുചോലയിലെ വെള്ളം ചെറിയൊരു പവർ ഹൗസിലെ ടർബൈനിലേക്ക് ഒഴുക്കിയാണ് വൈദ്യുതി ഉൽപ്പാദനം നടന്നത്. 3.5 കിലോവാട്ട് വൈദ്യുതി പദ്ധതി വഴി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതോടെ 38 കുടുംബങ്ങൾ അധിവസിക്കുന്ന ഗ്രാമത്തിൽ വെളിച്ചമെത്തി. കാടിനുള്ളിലെ തങ്ങളുടെ ഗ്രാമത്തിൽ വെളിച്ചമെത്തിയതോടെ ആദിവാസികളുടെ ജീവിതത്തിൽ ആഹ്ലാദം നിറഞ്ഞു. കറണ്ടെടുക്കുന്ന ഈ തോട്ടിൽ സാറുമാർ ഈ ചാനൽ കെട്ടി അവിടെ കൊണ്ടുപോയി കറണ്ടെടുത്താണ്. ഞങ്ങൾക്ക് വെട്ടയില്ലാതെ ഇരുട്ടിക്കിടന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല. വീടുകൾക്കുള്ളിൽ മാത്രമല്ല ഗ്രാമത്തിലെ പ്രധാന കവലകളിലും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചു. ഒരു വീട്ടിലേക്ക് 2 ബൾബ് 18 വാൾട്ട് വെച്ച് ഓട്ടുന്നത്. അപ്പോൾ 46 വീടാണ് മൊത്തം ഓടിക്കുന്നത്. പാമ്പൻമലയ്ക്കും പന്തൻമലയ്ക്കുമിടയിലെ തായണ്ണൻകുടിയിലെ അധ്വാനശീലരായ ആദിവാസി കുടുംബങ്ങളിൽ വനംവകുപ്പ് സന്തോഷം നിറച്ചു. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ ഗ്രാമീണർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തായണ്ണൻകുടിയിൽ വൈദ്യുതീകരണം നടത്തിയത്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.